ഇതെല്ലാം കൂടി ചെലവ് കൂടി വരാണല്ലോ ഇപ്പം. കൈമലൊന്നും നിൽക്കൂല്ലോ റബ്ബേ. എന്താ കണക്കൂട്ട? പിന്നെ കണക്കൂട്ടാണ്ട പറ്റുമോ? എപ്പോഴെപ്പോഴും കണക്കൂട്ടിയ കണക്ക് മാറുന്നില്ല. കണക്കൂട്ടിട്ട് എനിക്കെല്ലാം കൂടി പിരാന്താവുണ്ട് സൂറ. നിങ്ങൾ എന്തിനാണ് ഇത്ര പേർക്ക് കണക്ക് കൂട്ടണ്? ഇജ്ജ് എന്താ ജി പറയണത്? 2 ലക്ഷം ഉറുപ്പ്യാണ് അവിടെ നമുക്ക് കിട്ടുക. ഈ 2 ലക്ഷം ഉറുപ്പ്യ കൊണ്ടൊന്നും പണി തീരില്ല സൂറ. ഇപ്പൊ തന്നെ നോക്ക്, പൂയും സിമെന്റും ടൈൽസും കമ്പിയും മേടിച്ചപ്പോ 42,000 ഉറുപ്പ്യ ബില്ല്. ആ സാറേ, അസ്സലാമു അലൈക്കും. വരി. നല്ല ആളാണല്ലേ, വിളിച്ച ഫോൺ എടുക്കാൻ പാടില്ലേ? ഫോണ് ഞാൻ സൈലന്റ് ആക്കി പോയേ, അതുകൊണ്ട് കേട്ടില്ല. വിളിച്ചേ എടുക്കൂലാണ്ട് വീട്ടിൽ വരുമ്പോ വരി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? അതെ, പൈസ കിട്ടണോ എനിക്ക്? കിട്ടണോ? വർക്ക് പകുതിയായി നിൽക്കുകയാണ്. പൈസ തരൂ. അതിന് അവിടുന്ന് മറ്റേ ഗഡ് കിട്ടണ്ടേ? അപ്പൊ കയ്യില് പൈസ ഇല്ലേ? കയ്യിലിപ്പ ഇല്ല. എന്തിനാണ് പോയത് കയ്യില് പൈസ ഇല്ല യുവാക്കൊക്കെ നിക്കണ ആളടങ്ങേറാക്കാൻ വേണ്ടിട്ട്? സാറ് ടെൻഷൻ അടിക്കില്ലേ? എന്തായാലും ശനിയാഴ്ച പൈസ എത്തിക്കും. എനിക്കെന്ത് ടെൻഷൻ? പൈസ എന്നില്ലെങ്കിൽ ഞാൻ പണി അവിടെ നിർത്തും. അതോ, അത് ചെയ്യരുത് സാറേ. കാരണം എന്റെ സൂര്യന്റെ സ്വപ്നമാണ് ആ കെ സ്റ്റോർ. കെ സ്റ്റോർ എന്ന് പറഞ്ഞ് പെരക്കാത്ത് കയറിയിരുന്നത് നടക്കൊന്നുമില്ല. നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് പേര് ഇതിനു വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്. ആർക്കും നടന്നല്ല. നിങ്ങളെ ആ DS ഓഫീസിൽ പോയി എന്നിട്ട് അന്വേഷിക്ക്. അല്ലാതെ ഗഡു കിട്ടുമെന്നും പറഞ്ഞിരുന്ന പൈസ കിട്ടാനൊന്നും പോണില്ല. കണ്ട, ഞാൻ മൂപ്പരോട് എത്ര വട്ടം പറഞ്ഞറിയോ, ഇവിടെ അങ്ങനെ കുത്തിയിരിക്കല് ആ സപ്ലൈ ഓഫീസിലൊക്കെ പോയി അന്വേഷിക്കാൻ. അപ്പൊ ശനിയാഴ്ച പൈസ തരണേ. ഓക്കെ, ശരിയെന്നാ. പറഞ്ഞോക്ക് ഓർമ്മ ഉണ്ടല്ലോ, അഭിനയിച്ചോളണം നന്നായിട്ട്. എന്നാലേ കഴിയിട്ടുള്ളൂ. അന്യന്റെ മുതല് വെറുതെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് അത്ര ശരിയല്ല. ഇത്തിക്കണ്ണി പോലെ ജീവിക്കുകയും കിട്ടുന്നിടം വീണ്ടും കുഴിക്കുകയും ചെയ്യുന്നത് മാന്യതയല്ല. മന്ത്രി കൂട്ടിച്ചേർത്തു. അത് ശരി തന്നെ. ധാരപ്പത്. വലൈക്കും സലാം. ഇരിക്കെ കുത്തിരിക്കെ. എന്താ ചൂട് വാപ്പാ. ബസ്സിലൊന്നും വന്നൂടട്ടോ. ബസ്സിലൊക്കെ കേറാനേ വയ്യ. ഒരു കാറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. മഴക്കാറോ? നല്ലൊരു വണ്ടി. അതിന് കായൊക്കെ കൊടുക്കണേ. തേങ്ങയൊക്കെ വലിച്ചിക്കണല്ലോ വാപ്പാലേ. വരണവര് വലിക്കന്നെ. അപ്പൊ സുഖം തന്നെയല്ലേ അല്ലേ? എന്താ പിന്നെ കാണുമ്പോ അസുഖമായിട്ട് തോന്നുന്നുണ്ടോ? എന്തപ്പ പോന്ന്? അത് വാപ്പാ ഇവിടെ റേഷൻ കടല്ലേ. അത് കൂട്ടിയോ? എന്തെത്താ വർത്താനാ വാപ്പ പറയേ? അല്ല, റേഷൻ കട പലതും ഇങ്ങനെ കൂട്ടുകയാണെന്നൊക്കെ പത്രത്തിലുണ്ട്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടില്ല എന്നുള്ളത് ഇപ്പൊ ഞാൻ അറിഞ്ഞില്ല, അതുകൊണ്ട് ചോദിച്ചാ. കൂട്ടിയില്ല? ഇല്ല അല്ലേ? അതൊന്നും വിപുലീകരിക്കേണ്ട ഒരു പരിപാടിയില്ല. ഉപ്പ കേട്ടോ? മറ്റേ കെ സ്റ്റോർ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. ഇതൊന്നും ഇപ്പൊ എന്നോട് പറയണ്ടല്ലോ. ഞാന് നടത്തിയിരുന്ന കടല്ലത് ഇപ്പൊ കെ സ്റ്റോറും കേരളയിലൊക്കെ ഉണ്ട് ഇപ്പൊ. അപ്പൊ ഞാനേ വാപ്പാ, നമ്മുടെ സുഗതല്ലേ, സുഗതന്റെ ഒരു പീഡിയമുറി ചോദിച്ചിരിക്കണം. എന്തിനപ്പൊ ഇതൊക്കെ എന്നോട് പറയണേ? അല്ല അതല്ല വാപ്പ, ഞങ്ങള് പറയണ്ടല്ലോ. 3 മാസത്തേക്ക് ഇപ്പൊ തൽക്കാലം സുഗതന്റെ പീഡിയമുറിയിലേക്ക് പോണല്ലോ. അപ്പൊ അവിടെ കൊടുക്കാനുള്ള 30,000 ഉറുപ്പ്യ വാടകയുണ്ടല്ലോ. അതൊന്ന് വാപ്പ തന്ന് സഹായിക്കണം. എവിടുന്ന് എടുത്തിട്ട്? അല്ല വാപ്പ, ഇപ്പൊ സംഗതിയൊക്കെ നിങ്ങള് വരുമ്പോ എന്റെ സംഗതിയൊക്കെ മനസ്സിലായി. നിങ്ങളേ ഒരു കാര്യം ചെയ്ത് ഇപ്പൊ അത് ചോദിക്കാനാണ് ഇപ്പൊ എന്റെ അടുത്തേക്ക് വന്നേക്കണ വെച്ച്. ഇപ്പൊ അതിന് നിങ്ങൾ ഇവിടെ കുത്തിരിക്കണ്ട. എന്റെ നയാ പൈസ ഇല്ല. പറഞ്ഞ വിശ്വസിക്കില്ല. എന്റെ ഒരു തേങ്ങ ഇല്ല. അല്ലാതെ തേങ്ങ ഉണ്ട്, ഇത് വേണമെങ്കിൽ കൊണ്ടുപോയിക്കോണി. അല്ലാണ്ട് എന്റെ നയാ പൈസ ഇല്ല. ഞാൻ സത്യമാണ് പറയണത്. അത് മനസ്സിലാക്കി. തുടങ്ങി കരച്ചില്. എന്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ വരൂല. എന്റെ ഉമ്മാനോട് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എനിക്ക് സാധിച്ചു തരുമായിരുന്നു. ഈ സമയത്ത് വിഷമിക്കരുത് എന്ന് വൈകി കാണുന്നവര് മുഴുവൻ എന്നോട് പറയും. ഇപ്പൊ റേഡിയോയില് ശാസ്ത്രീയ സംഗീതം വെച്ചാ മാലിക്ക് ഉണ്ടാണ്ടിക്ക അവിടെ. ഞാൻ നോക്കട്ടെ. പിടിക്കണ കാര്യമൊന്നുമില്ലല്ലേ. അല്ലാ, എന്താ ചെയ്യാ? 1, 2 പറഞ്ഞപ്പോ കരച്ചിൽ തുടങ്ങി. അതെ, ഇനി അടുത്ത മാസം റേഷൻ കട വിമാനത്താവളം ആക്കാൻ പോവാ പറഞ്ഞിട്ട് എന്റെ അടുത്തേക്ക് വരരുത്. ഇതും കൂടി ഉള്ളോ ഈ റേഷൻ കടയുടെ പേരില്? ഇല്ല. അതാ ഈ പറയണേ. അല്ലാ, തവക്കലത്തു അലല്ലാഹ്.
മോശാത്ത സാധനമായിട്ട് കരച്ചിലേ കൈതലേ ഒരു 50,000 ഉറുപ്പ്യ എന്തായാലും മുമ്പ് കൊണ്ട് തരും. നമ്മള് ചോദിച്ചതേ തരുള്ളൂ കേട്ടോ. 30-40 കിട്ടും. കുറച്ച് കൂട്ടി ചോദിച്ചോടിയിരുന്നോ? അജി പറയണ്ടെന്നല്ലേ. എന്റെ കരച്ചില് വെറുതെ ഇല്ല. സാറേ, സാറിന് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? റേഷൻ കടകൾക്ക് ഇന്ന രീതിയിലുള്ള പെയിന്റ് അടിക്കണം, ഇന്ന രീതിയിൽ എഴുതി വെക്കണം എന്നൊക്കെ നമുക്ക് തീരുമാനമുണ്ടല്ലോ. അതങ്ങ് പറഞ്ഞ പോരെ? ഓ, പറഞ്ഞു കഴിഞ്ഞിട്ടും കറുത്ത പെയിന്റ് അടിക്കൂന്നാണോ? അപ്പൊ അങ്ങേരെ കട പൂട്ടിക്കാനുള്ള പരിപാടികളും ഇവിടെ വേറെ ഉണ്ടെന്ന് പറയണോ സാറേ? അത് അങ്ങനെയൊക്കെ പറഞ്ഞു നോക്ക്. അങ്ങനെ വിടണ്ട. ശരി. എന്താ നിങ്ങളെ? സാറേ, ഞാൻ സൂറ. സൂറേ? അല്ല, ഞാൻ മൊയ്തു, സൂറേന്റെ ഭർത്താവാ. സൂറ? സൂറ ഗർഭിണിയാണേ. സൂറ ഭാര്യയാണ്. ഗർഭിണിയാണ്. അതിന് അല്ല, ഞാൻ റേഷൻ കട നടത്തുകയാണേ. ഓ, സൂറേന്റെ പേരില, സൂറയ്ക്കാണ് അതിന്റെ ലൈസൻസ്. അതൊന്നും കുഴപ്പമില്ല, അത് നടത്തിക്കോ. അപ്പൊ ഞാൻ വന്നതേ സാറേ, നമ്മുടെ കെ സ്റ്റോറിനെ കുറിച്ച് അറിയാൻ വേണ്ടി വന്നാ. കെ സ്റ്റോറിനെ കുറിച്ച് കൂടുതൽ അറിയാനൊന്നുമില്ല. അതായത് പൊതുവിതരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തില് കേരളത്തിലുള്ള 1000 റേഷൻ കടകളെ തെരഞ്ഞെടുത്തിട്ട് അത് കെ സ്റ്റോറാക്കി മാറ്റാനായിരുന്നു പരിപാടി. അതൊക്കെ എനിക്കറിയാം, അത് ഞാൻ അറിഞ്ഞേ. പിന്നെന്തിനാ വന്നത്? അല്ല, വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങള്? വേറെ ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാം. ഇപ്പൊ ഈ റേഷൻ കടയിൽ കൊടുക്കണ അരി, ഗോതമ്പ് എല്ലാം അതിലൂടെ വിതരണം ചെയ്യാൻ പറ്റും. പിന്നെ ബില്ലടയ്ക്കാം. പിന്നെന്താ, കറണ്ട് ബില്ലടയ്ക്കാം, വാട്ടർ ബില്ലുകള്, ATM, അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതിനകത്ത്. അല്ല സാറേ, ഇപ്പൊ ഇവിടെ പീഡിയയിൽ ഞാനൊരു പണിക്കാരന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടാളും ചെയ്യേണ്ടി വരില്ലേ പണിയൊക്കെ? ഇനിയിപ്പോ അതൊന്നും ചെയ്യേണ്ടി വരില്ല. എന്താ സാറേ? അതെന്താന്ന് ചോദിച്ചാ, 2022 1326 കോടി രൂപ നമുക്ക് ഉണ്ടാക്കി തന്നതാണ് സപ്ലൈകോ. ഏകദേശം അതുപോലെ തന്നെയുള്ള ലാഭം ഉണ്ടാക്കിയിട്ടുള്ളതാണ് മാവേലി സ്റ്റോർ. അപ്പോൾ ഈ കടകളൊക്കെ അടച്ചുപൂട്ടേണ്ടി വരും. പിന്നെ ചെറുകിട കച്ചവടക്കാർ, അതുപോലെ വലിയ വലിയ മാളുകൾ, ഇതൊക്കെ പ്രശ്നമാണ്. അപ്പൊ ഈ പറയുന്ന കച്ചവടക്കാരുടെ മുഴുവൻ കലത്തിൽ മണ്ണ് വാരിയിട്ടിട്ട് റേഷൻ കടക്കാർ മാത്രം വാരി തിന്നുന്നതിനോട് പ്രത്യേകിച്ച് യോജിപ്പില്ല. എന്നിട്ടിപ്പോ എന്താ ചെയ്തേ? ഒന്നുമില്ല. ഇപ്പോ ഈ വകുപ്പ് തല മീറ്റിങ്ങുകളെല്ലാം കൂടിയിട്ട് തൽക്കാലം ഇപ്പൊ അതങ്ങനെ മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. വേണ്ടാന്നുള്ള തീരുമാനത്തിലാണ്. കെ സ്റ്റോർ വേണ്ടാന്ന് വെച്ചോ? വേണ്ടാന്ന് വെച്ചു. എന്ത് ചതിയാണ് സാറേ ഇത്? അപ്പൊ അതറിഞ്ഞില്ലേ? ഇല്ല സാറേ, ഞാൻ പണിയെടുത്തോണ്ടിരിക്കാണ് പീഡിയന്റെ. 2-3 മുറിയൊക്കെ വേണമെന്ന് പറഞ്ഞാൽ ലോൺ എടുത്തിട്ടും കടമ്പ അടിച്ചിട്ടൊക്കെയാണ് സാറേ പീഡി ഉണ്ടാക്കണത്. നിങ്ങൾ എന്ത് തീരുമാനം എടുക്കലാണ് സാർ ഇതൊക്കെ? അല്ല, അത് നിങ്ങൾ അറിയണ്ടേ? അല്ല, അറിയണ്ടേ? ഞാൻ ഇവിടെ വന്നോണ്ടല്ലോ അറിഞ്ഞ്. എത്ര ഓഫീസിൽ ഞാൻ കയറി ഇറങ്ങി എനിക്ക് എന്തൊരു ഇടങ്ങാറാണ് സാർ ഇതൊക്കെ. എന്താ സാധാരണക്കാരൻ ഇങ്ങനെ കാണിക്കരുത് സാറേ. എന്താ ചെയ്യാ? അങ്ങനെയാണ്.